പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനിയിപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ജോലി വാഗ്ദാനം ചെയ്ത റഷ്യയിലേക്ക് ആളുകളെ കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരാണ് പിടിയിലായത്. ഡൽഹി CBI യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, പറയൂ. ഉന്മേഷ, ഈ റഷ്യൻ യുദ്ധമുഖത്തേക്ക് മലയാളികളെ കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് CBIയുടെ ഡൽഹി യൂണിറ്റ് തിരുവനന്തപുരത്തടക്കം ഈ അന്വേഷണം നടത്തി വരികയായിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ 3 മലയാളികൾ ഉൾപ്പെടെ 19 പേരായിരുന്നു പ്രതിപട്ടികയിലുള്ളത്. തിരുവനന്തപുരം പുതുക്കൃത്യ സ്വദേശികളായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രതികൾ എന്ന രീതിയിൽ CBIയിൽ നിന്ന് നമുക്ക് നിലവിൽ ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തടക്കം വളരെ വിശദമായ പരിശോധനയും അന്വേഷണവും CBI നടത്തിയത്. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായിട്ടുള്ള അരുൺ, പ്രിയൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ദില്ലി CBI യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നേരത്തെ ഈ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, ചെന്നൈ, ഡൽഹി, മുംബൈ അടക്കമുള്ള 13 ഇടങ്ങളിൽ CBI റെയ്ഡ് നടത്തുകയും 50 ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്ത വലിയ ഒരു കേസായിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, മനുഷ്യക്കടത്ത് തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട CBI ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നിന്നും പൂവാറിൽ നിന്നും പോയ യുവാക്കൾ നേരത്തെ മടങ്ങിയെത്തുകയും റഷ്യൻ യുദ്ധമുഖത്തേക്ക് പോയ യുവാക്കൾ മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിരവധി യുവാക്കൾ സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജന്റുമാർ വഴി റഷ്യയിൽ ചതിയിൽപ്പെട്ടു എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ CBI നടത്തിയിരുന്നു. ഉന്മേഷ്. ശരി ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.